പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ONTs ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് ഒന്നാമത് ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ്. മൂന്നാമതൊരു കാര്യം വരുന്നതിന് പ്രൈസിംഗ് ആണ്. ഇത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സർവീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വേണം വാങ്ങാൻ. സാർ, ഈ LCOകളെ മാറി വരുന്ന ടെക്നോളജികൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കാൻ താങ്കൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടി പുതിയ ടെക്നോളജികളെ പറ്റി പഠിക്കാൻ ഞങ്ങളുടെ ടീം സന്നദ്ധമാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ ടീമും അതുപോലെ തന്നെ ഡയറക്ട് ബോർഡും എല്ലാം ആ ടെക്നോളജികളെ പഠിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സെമിനാറുകളും ടെക്നിക്കൽ സെഷൻസും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. തണ്ടർനെറ്റുമായി ചേർന്ന് നെറ്റ്ലിങ്ക് നടത്തുന്ന രണ്ടാമത്തെ സെമിനാറാണ് കഴിഞ്ഞ മാസം കട്ടപ്പനയിൽ വെച്ച് നടന്നത്. പ്രത്യേകിച്ചും കസ്റ്റമർ ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ മാറുന്ന മാർക്കറ്റ് പ്രവണതകൾക്കനുസരിച്ചും എങ്ങനെ മുമ്പോട്ട് ബിസിനസിനെ കൊണ്ടുപോകണമെന്നുള്ളതിനെ സംബന്ധിച്ച് പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു ബോധ്യം ഉണ്ടായി എന്നുള്ളതാണ്. ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ മാറി വരുന്ന നിയമങ്ങൾക്കും സെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾക്കും ഒക്കെ ഇടയിൽ കേബിൾ ഓപ്പറേറ്റർമാരുടെ ഒരു പങ്ക് എന്താണ്, അവരുടെ ഒരു വാല്യൂ എന്താണ്, ഒരു ലെവൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല ധാരണ കിട്ടാൻ ഈ ഒരു സെമിനാർ ഓപ്പറേറ്റർമാർക്ക് സഹായകരമായി. കേരളത്തിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്ന എക്സ്പോകളിലും എല്ലാം നെറ്റ്ലിങ്കിന്റെ സാന്നിധ്യം പലപ്പോഴും എന്നെ അതിശയിപ്പിക്കാറുണ്ട്. കാരണം മറ്റ് പല സ്റ്റാളുകളും പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നെറ്റ്ലിങ്ക് അവിടെ അവതരിപ്പിക്കുന്ന ടെക്നോളജികൾ അവതരിപ്പിക്കുന്നത് അത് ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ലിങ്ക് പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെ അറിയപ്പെടുന്ന കേബിൾ ഓപ്പറേറ്ററും തണ്ടർനെറ്റ് എന്ന LCO അഗ്രിഗേഷൻ നെറ്റ്വർക്കിന്റെ ടെക്നിക്കൽ കൺസൾട്ടന്റും ഡയറക്ടറുമായ അനീഷ് കെ തോമസ് സാറാണ്. വെൽക്കം സർ. അനീഷ് സർ, നെറ്റ്ലിങ്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു സ്നേഹ. ഇന്ന് നെറ്റ്ലിങ്കിന്റെ ഈ പോഡ്കാസ്റ്റിലേക്ക് അതിഥിയായി എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ പ്രോഗ്രാം പതിവായി കാണാറുണ്ട്. ധാരാളം ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും പുതിയ ഇൻഫർമേഷൻസും ധാരാളം പുതിയ കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്നെ പോലുള്ള ആളുകൾക്കും സാധാരണക്കാരായിട്ടുള്ള കേബിൾ ഓപ്പറേറ്റർമാർക്കും ഒക്കെ ഏറെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ വരുന്നത്. ഇന്ന് ഇതിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നു. അനീഷ് സർ, ആദ്യമായി സാറിന്റെ LCOയിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഇടുക്കി പോലുള്ള ഒരു പ്രദേശത്തെ തുടക്കം എങ്ങനെയായിരുന്നു? ഡിപ്ലോമ പഠനത്തിന് ശേഷം എല്ലാ ചെറുപ്പക്കാരെയും പോലെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ജോലി വേണം എന്നുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ഇൻഫോർടൈൻമെന്റ് രംഗത്തോടുള്ള ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല അന്ന് എമർജിംഗ് ആയിരുന്നു. പുതിയതായിട്ട് കേബിൾ TV എന്ന് പറയുന്നത് 90കളുടെ അവസാന കാലഘട്ടത്തിലൊക്കെയാണ് കേബിൾ TV കാര്യമായിട്ട് തന്നെ വരുന്നത്. 2000-ന് ശേഷമുള്ള ഒരു സമയത്ത് ഞാനും ആ മേഖലയിലേക്ക് ഒരു തൊഴിൽ സംരംഭം എന്ന നിലയിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇടുക്കി പോലുള്ള ഒരു ഗ്രാമീണ മേഖല, പ്രത്യേകിച്ചും ഒരു മലയോര മേഖലയിൽ സംരംഭം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച കാര്യം തന്നെയായിരുന്നു. അത് ഒന്ന് വീടുകൾ തമ്മിലുള്ള അകലം, പൊതുവെ ജനസാന്ദ്രത കുറവുള്ള ഒരു മേഖല, പിന്നെ കാലാവസ്ഥയുടെ പല പ്രശ്നങ്ങൾ, വൈദ്യുതി, അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ, ഓരോ സമയത്തും മാറി മാറി വന്ന സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമുണ്ട്. ഞങ്ങളുടെ പോലുള്ള ഒരു ഗ്രാമീണ മേഖല ഇന്നൊരു സാധാരണ സംഭവമാണ് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. പക്ഷേ 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അത് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ നല്ലൊരു കാര്യത്തിലേക്കായിട്ട് വരാനും പിന്നീട് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗത്തിലേക്ക് വരാനും ഒക്കെ കേബിൾ TV മേഖല കാരണമായി തീർന്നു. ഓക്കെ സർ. സർ, ഈ തണ്ടർനെറ്റ് എന്ന ആശയം എങ്ങനെയാണ് ഉണ്ടായത്? അതുപോലെ തന്നെ അതിലേക്ക് ഹൈറേഞ്ച് LCOകളെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? 2015 ശേഷം ഇന്റർനെറ്റ് കാര്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആവശ്യം വന്നപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർമാരെല്ലാം ഫൈബറിന്റെ ഒരു അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമായിട്ട് വന്നു. ആവശ്യമായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ISPകളിൽ നിന്ന് തങ്ങളുടെ കൺട്രോൾ റൂമുകളിലേക്ക് എത്തിക്കാനായിട്ട് ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ചും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഓപ്പറേറ്റർമാരെല്ലാം ചേരുകയും അവരൊന്നിച്ച് ചേർന്ന് ഈ ആവശ്യമായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 2-3 പോയിന്റുകളിലാണ് ഹൈറേഞ്ചിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഉള്ളത്. അവിടെ നിന്ന് ആ ഒരു ബാൻഡ് വിഡ്ത്ത് തങ്ങളുടെ റൂമിലേക്ക് എത്തിക്കാനായിട്ട് അഗ്രിഗേഷൻ വേണമെന്നുള്ളത് ഒരു ആവശ്യമുണ്ടായി. ആ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ തണ്ടർനെറ്റിന്റെ ഫോർമേഷന് വേണ്ടി വരിക. രണ്ടാമതൊരു കാര്യം ഉണ്ടായത്, ഇതിനെ സംബന്ധിച്ചുള്ള വേണ്ടത്ര ഗ്രാഹ്യം സാധാരണക്കാരായ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഉണ്ടായിരുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള ടെക്നിക്കൽ നോഹോ അച്ചീവ് ചെയ്യാനും ആ ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാനും
ഒരു അഗ്രിഗേഷൻ വേണമെന്ന് വന്നു. ഇങ്ങനെ രണ്ടാവശ്യങ്ങൾ വന്നപ്പോഴാണ് തണ്ടർനെറ്റിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. സർ, തണ്ടർനെറ്റും നെറ്റ്ലിങ്ങുമായി വളരെ കാലമായുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നെറ്റ്ലിങ്ങും തണ്ടർനെറ്റുമായി ഈ ഉള്ളൊരു ബന്ധം എങ്ങനെയാണ് ആരംഭിച്ചത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നമുക്ക് ടെക്നോളജി സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിനിടയ്ക്ക് വന്നുപെട്ടതാണ് ശരിക്കും പറയാൻ നെറ്റ്ലിങ്ക് കമ്പനിയിലേക്ക്. ഒരുപാട് ഞങ്ങളുടെ അന്നുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് സംഘം ചേരുക, ഒരു പുതിയ ടെക്നോളജിയെ പറ്റി കേട്ടാൽ ആ ഒരു കാര്യം പഠിക്കാനായിട്ട് പോവുക, അങ്ങനെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും ഒക്കെ പല യാത്രകൾ ചെയ്തു. ആ സമയത്ത് നെറ്റ്ലിങ്ക് കമ്പനിയിലും പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളിങ്ങനെ പല സമയങ്ങളിലും ഇവിടെ കേൾക്കാൻ പല ഡിസ്കഷനായിട്ടും വന്നു. സമയത്ത് പറഞ്ഞ ആശയങ്ങളൊക്കെ ഞങ്ങളെ കുറച്ചുകൂടി എൻറിച്ച് ചെയ്യുന്നതായിരുന്നു. നെറ്റ്ലിങ്ക് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെയും ഇതിന്റെ ഡയറക്ടർമാരായിട്ടുള്ളവരുടെ ആശയങ്ങൾ, അവർ പറഞ്ഞിരുന്ന ടെക്നിക്കൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഞങ്ങൾക്ക് ഗുണപ്രദമായിരുന്നു. ഒരു അഗ്രിഗേഷനിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള ഇന്ന് കാണുന്ന ഹൈ എൻഡ് എക്യുപ്മെന്റുകളൊക്കെ അവൈലബിൾ ആകുന്നതിന് മുമ്പ് സാധാരണയായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബറുകൾ മീഡിയ കൺവേർട്ടറുകൾ വഴി കണക്ട് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാമെന്നുള്ള ആശയങ്ങളിലേക്കൊക്കെ എത്തിയത്, അതിനൊക്കെ വേണ്ടുന്ന സാങ്കേതിക സഹായമൊക്കെ തന്ന നെറ്റ്ലിങ്കിൽ നിന്നായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധം പിന്നീട് പുതുനിര പ്രൊഡക്റ്റുകൾ വന്നപ്പോൾ അതിലേക്കും വഴിമാറി ഇന്നും തുടരുകയാണ്. ഓക്കെ സർ, അതുപോലെ FTTH ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടത്? FTTH കേബിൾ ടിവിയിൽ വലിയൊരു വിപ്ലവമാണ് വരുത്തിവെച്ചത്. നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരമായിരുന്നു FTTH ടെക്നോളജി വന്നപ്പോഴത്തേക്കും. ഫൈബർ സാധാരണ P2P, അതായത് ഒരു കൺട്രോൾ റൂമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് എത്തിക്കാൻ, സർവീസ് എത്തിക്കാനാണ് നമ്മൾ അന്ന് വരെ ഫൈബർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ കസ്റ്റമർ എൻഡ് വരെയും ഫൈബർ കൊണ്ടുചെല്ലാം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിട്ട് മാറി. അന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പവർ പാസ് എന്ന് പറയുന്ന ടെക്നോളജി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ലൈറ്റ്നിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പവർ ഇഷ്യൂസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു, RF കേബിൾ ഡേ നൈറ്റ് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ആൻസർ ആയിരുന്നു ഫൈബർ വന്നത്. അത് കസ്റ്റമർ എൻഡിലേക്ക് ആദ്യമേ വന്നത് അത്ര എളുപ്പമായിട്ട് വീടുകളിലേക്കല്ല, ഓരോ പോയിന്റുകളിലേക്ക് ജംഗ്ഷൻ വരെയൊക്കെ ഫൈബർ ചെയ്യുന്ന രീതിയിലും, അതിനുശേഷമാണ് കസ്റ്റമറുടെ എൻഡിലേക്ക് ഫൈബർ, ഓരോ വീടുകളുടെ ഉള്ളിലേക്കും ഫൈബർ കടന്നു ചെല്ലുന്ന രീതിയിലേക്കൊക്കെ വന്നത്. ഈ സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് ഒന്ന് ഈ ഫൈബർ എക്യുപ്മെന്റുകളുടെ വില, അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം റീ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. അത് അന്ന് അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും കേബിൾ ടി വി സെഗ്മെന്റ് വളർന്നിട്ടില്ലായിരുന്നു, അതിൽ നിന്ന് ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല, എക്സ്പെൻസ് കൂടുതലുള്ള ഒരു സമയമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലെ. രണ്ടാമതൊരു കാര്യം ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ട് നമുക്ക് വേണ്ടിയിരുന്നു. കാരണം ഫൈബർ ബഡ്ജറ്റിംഗ് തുടങ്ങിയ ഓരോ കാര്യങ്ങളിലും. പിന്നെ അത് തന്നെ 2-3 തവണ മാറി, 13 നിന്ന് 50-50 മാറുകയും പിന്നെ അതുപോലെ തന്നെ WDM മിക്സഡ് ടെക്നോളജിയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ കുറേയധികം മാറ്റങ്ങൾ, ഡിവൈസുകളൊക്കെ മാറേണ്ടതായിട്ടും പുതുതായിട്ട് റീവർക്കുകൾ ചെയ്യേണ്ടതായിട്ടും അതുപോലെ തന്നെ ഫൈബർ ബഡ്ജറ്റിംഗ് വലിയൊരു തലവേദനയായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അതൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഒരു ഫ്രീഡവും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആ ഒരു ഹാർഡിൽസ് ഒക്കെ കടന്നു വന്നപ്പോൾ ഇന്ന് വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. സാർ, ഇന്ന് ഈ ഒരു ടെലികോം ഫീൽഡ് വളരെയധികം പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു LCO എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് LCOകൾക്കൊരു വെല്ലുവിളിയാണോ? മാറ്റങ്ങളെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മാറ്റങ്ങളാണ് ലോകത്തിന് വളർച്ച ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലികോം രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അനുദിനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേഞ്ച് വിവിധ നിയമവശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട്, പുതിയ ടെക്നോളജികളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചുകൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ മാറ്റങ്ങളാണ് നമ്മളെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. LCOസിന് ഇത് തീർച്ചയായിട്ടും വെല്ലുവിളിയല്ല, അവസരങ്ങളായിട്ടാണ് എടുക്കേണ്ടത്. കാരണം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അതനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താനും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട്, കസ്റ്റമർ ബേസ്ഡ് ആയിട്ട് ഓരോ മാറ്റങ്ങൾ വരുത്തുന്ന വഴിയായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനും LCOസിന് സാധിക്കുന്നു എന്നുള്ളത് ഈ മാറ്റങ്ങൾ കാരണമാണ്. നിയമപരമായിട്ടാണെങ്കിലും, ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ടെക്നോളജി ആണെങ്കിലും, ഏതാണെങ്കിലും 2 ലെവലിൽ വരുമ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങളെ അതിന് തക്ക രീതിയിൽ അവർ എക്വിപ്ഡ് ആവുകയും ചെയ്യുമ്പോഴാണ് ഓരോ LCOസും വളരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇപ്പോൾ ഏതൊക്കെ ഏരിയകളിലാണ് തണ്ടർനെറ്റിന്റെ സർവീസുകൾ ലഭ്യമാവുന്നത്? അതുപോലെ തന്നെ LCOകൾക്ക് തണ്ടർനെറ്റ് പോലുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകുന്നതിൽ അവർക്കുള്ള ലോങ് ടൈം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? തണ്ടർനെറ്റ് പ്രധാനമായും വർക്ക് ചെയ്യുന്നത് ഇടുക്കി വിഷന് കീഴിലുള്ള ഏതാണ്ട് 75ഓളം ഓപ്പറേറ്റർമാരുടെ ഇടയിലാണ്. തണ്ടർനെറ്റ് പ്രധാനമായും 2 തരം സർവീസുകളാണ്, 2 കാര്യങ്ങളാണ് LCOകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഒന്നാമത്തെ കാര്യം ആവശ്യമായിട്ടുള്ള ഈ ഇന്റർനെറ്റ് സർവീസ് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ടെക്നിക്കൽ മെയിൻ്റനൻസ് ആണ്. ആക്ച്വലി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഓരോ ഓപ്പറേറ്റർമാരും ഈ കമ്പനിയുടെ റിംഗ് ഫൈബർ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള ഫൈബറുകൾ പ്രൊവൈഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ ഓപ്പറേറ്റർമാരുമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എൻഡ് എക്യുപ്മെന്റുകളുടെ പരിപാലനവും അവരുടെ തന്നെ ഒരു ചുമതലയാണ്. അതുപോലെ അതിനു വേണ്ടി വരുന്ന ടെക്നിക്കൽ മെയിൻ്റനൻസ്, അതിന്റെ റിംഗിങ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു കമ്പനികളും ഒക്കെ ആയിട്ട് സഹകരിച്ച് അതിലേക്കുള്ള പ്രൊവിഷനിങ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുള്ള പ്രൊവിഷനിങ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തണ്ടർനെറ്റ് കമ്പനിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം LCOകൾക്കുള്ള ടെക്നിക്കൽ നോഹോ അച്ചീവ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ആണ്. ഓരോ കാര്യങ്ങളിലും മാറി മാറി വരുന്ന ടെക്നോളജി അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവരെ പര്യാപ്തരാക്കത്തക്ക രീതിയിൽ മന്ത്ലി മീറ്റിങ്ങുകൾ വഴിയായിട്ടും പുതിയ പുതിയ ടെക്നിക്കൽ സെഷൻസ് വഴിയായിട്ടും സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്ന വഴിയായിട്ടും അതുപോലെ തന്നെ 1-to-1 ഒരു അപ്രോച്ച് ചെയ്യുന്ന വഴിയായിട്ടും ഒക്കെ ആയിട്ട് ഈ ഓരോ ഓപ്പറേറ്റർമാരെയും ടെക്നിക്കലി എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നതും തണ്ടർനെറ്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം തണ്ടർനെറ്റിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഓപ്പറേറ്റർമാർക്കും ലോകത്തുള്ള ടെക്നോളജി എന്തായിരുന്നാലും, ഇന്റർനെറ്റ് മേഖലയിൽ എന്തായിരുന്നാലും, ഇപ്പോ മുൻനിര കമ്പനികളെല്ലാം, കോർപ്പറേറ്റ് കമ്പനികളെല്ലാം ഓഫർ ചെയ്യുന്ന 1G ബാൻഡ് വിഡ്ത്ത് ഹൈ റേഞ്ചിൽ ഏത് വീട്ടിലും കൊടുക്കാൻ ഓരോ ഓപ്പറേറ്റർമാരും സുസജ്ജരാണ്. ഓക്കെ സാർ, ഈ തണ്ടർനെറ്റ് എന്ന സംഘടന കൊണ്ട് ഓപ്പറേറ്റേഴ്സിന് അല്ലെങ്കിൽ ഹൈ റേഞ്ചിലെ സാധാരണ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഉപകാരമാണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് ലഭിക്കുന്നത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മെട്രോ സിറ്റികളിൽ ലഭിക്കുന്ന ഒരു ഇന്റർനെറ്റ് സേവനം ഹൈ റേഞ്ചിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൽ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാരെ പര്യാപ്തരാക്കുകയാണ് തണ്ടർനെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഉപഭോക്താക്കൾക്കും, ഹൈ റേഞ്ചിലെ സാധാരണക്കാരായിട്ടുള്ളവരും അതുപോലെ തന്നെ വിവിധ കോർപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും, അവർക്കെല്ലാവർക്കും സർവീസ് ഏത് മുക്കിലും മൂലയിലും എത്തിച്ചേരാനായിട്ട് തണ്ടർനെറ്റിന്റെ ഒരു സപ്പോർട്ടാണ് ഓപ്പറേറ്റർമാരെ എപ്പോഴും സജ്ജരാക്കുന്നത്. അതിന് വേണ്ടുന്ന നമുക്കറിയാം, ഈ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഇതെല്ലാ സമയത്തും അപ്ഡേറ്റ്സ് ആവശ്യമുണ്ട്, എല്ലാ സമയത്തും കണ്ടിന്യൂസ് സപ്പോർട്ട് ആവശ്യമുണ്ട്, വിർച്വൽ ഹെൽപ്പുകൾ ആവശ്യമുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെടാൻ ഒരു ഓപ്പറേറ്റർ ഒറ്റയ്ക്കുന്ന രീതിയിൽ പറ്റില്ല. ഏതെങ്കിലും ഒരു വിങ്ങിന്റെ ഭാഗമായേ പറ്റും. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഏജൻസിയുടെയോ അതല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറോ ഫ്രാഞ്ചൈസി മോഡിലേക്ക് മാറി വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സർവീസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു ISPയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാൻ, അതുപോലെ തന്നെ LCOസിനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ആ ഒരു കമ്പനിയുടെ ഇന്റർനെറ്റ് മാത്രമേ വിതരണം ചെയ്യാനായിട്ടുള്ള അങ്ങനെ ലിമിറ്റേഷനിലേക്ക് വരുന്നു. തണ്ടർനെറ്റ് ചെയ്യുന്നത് ഏത് കമ്പനി പുതുതായിട്ട് ലോഞ്ച് ചെയ്താലും അവർക്കെല്ലാവർക്കും തണ്ടർനെറ്റിൽ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി ഓരോ ഓപ്പറേറ്റർക്കും യൂസ് ചെയ്യാം, അത് ഓരോ കസ്റ്റമർക്കും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കമ്പനികൾക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഈ ഒരു കാര്യങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോലെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം തണ്ടർനെറ്റ് നൽകുന്നുണ്ട്. അത് ഏത് കമ്പനി പുതുതായിട്ട് വന്നാലും, അത് ഗവൺമെന്റ് സെക്ടറിലുള്ളതായിക്കോട്ടെ പ്രൈവറ്റ് സെക്ടറിലുള്ളതായിക്കോട്ടെ, ഏത് ടെക്നോളജി വന്നാലും, ഏത് കമ്പനി എന്നല്ല ഏത് ടെക്നോളജി വന്നാലും അഡോപ്റ്റ് ചെയ്യാൻ പാകത്തിന് തണ്ടർനെറ്റ് എന്ന് പറയുന്ന ഈ അഗ്രിഗേഷൻ സജ്ജമാണ്. അത് തന്നെയാണ് എൻഡ് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റും. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം, ഒരു കണക്ടിവിറ്റി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന കംപ്ലൈന്റുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഫൈബർ ടെക്നീഷ്യന്മാരോ അതുപോലെ തന്നെ കേബിൾ TV ടെക്നീഷ്യന്മാരോ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ടെക്നിക്കലി അവർ ഏബിൾ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാളേഷന് ശേഷം ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള കംപ്ലൈന്റുകൾ, സ്പീഡ് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബഗ്ഗുകളാകാം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ ഓരോ ഓപ്പറേറ്റർമാരുടെയും ഒപ്പമുള്ള ടെക്നീഷ്യൻസ് അതിന് രീതിയിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർമാരോ ഒന്നുമല്ല, അവർക്കും നല്ല ഒരു സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ്, ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് അവർക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള അവരുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാരുടെ ടെക്നിക്കൽ സ്റ്റാഫിൽ നിന്നൊരു സർവീസ് കിട്ടുള്ളൂ. ആ ഒരു കാര്യവും തണ്ടർനെറ്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏറെ ബെനിഫിറ്റ് ആണ് തണ്ടർനെറ്റ് പോലുള്ള ഒരു അഗ്രിഗേഷൻ ഉള്ളത്. ഒപ്പം തന്നെ ഓപ്പറേറ്റർമാർക്കും വളരെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? അതായത് മെയിൻ ആയിട്ട് OLTs ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പുതുതായി ഇന്റർനെറ്റ് സർവീസിനുള്ള പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് FTTH ടെക്നോളജിയിലുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അതിന്റെ ക്വാളിറ്റി ബേസ് തന്നെയാണ്. ക്വാളിറ്റിയിൽ നമ്മളൊരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ശരിയായ രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അത് ഒന്നാമത് ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ്. ആ ഒരു കാര്യത്തിനാണ് പ്രാധാന്യം രണ്ടാമതായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളത്.
മൂന്നാമതൊരു കാര്യം വരുന്നതിന് പ്രൈസിംഗ് ആണ്. എങ്ങനെയാണ് ഇത് എക്കണോമിക് ആകണം, എക്കണോമിക്കലി വയബിൾ ആണ്. ഈ ഒരു 3 ക്രൈറ്റീരിയയിലാണ്, ഈ ഓർഡറിലാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. പ്രൊഡക്റ്റ് വൈസ് അതിന്റെ ടെക്നിക്കലി അതിന്റെ ഫീസിബിലിറ്റി, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും, അതുപോലെ തന്നെ സെക്കൻഡായിട്ട് അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസും, മൂന്നാമത് അതിന്റെ ഒരു എക്കണോമിക്കലി വയബിൾ ആണോ, കസ്റ്റമേഴ്സിന് ഈ സാധനം മാർക്കറ്റ് വാല്യൂസ് അനുസരിച്ച്, മാർക്കറ്റിലെ ഒരു ഇതനുസരിച്ച് കസ്റ്റമേഴ്സിന് വയബിൾ ആകുമോ എന്നുള്ള കാര്യമാണ് സാധാരണ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ സാർ, നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്ട്സ് ഇത്രയും കാലം യൂസ് ചെയ്ത് വരുന്ന ആളെന്ന നിലയിൽ നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ചും അവരുടെ സർവീസുകളെ കുറിച്ചും സാറിന്റെ അഭിപ്രായം എന്താ? ഒരു ഓപ്പറേറ്റർ എന്ന നിലയിൽ കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിൽ സർവീസ് കൊടുക്കാനായിട്ട് നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ചും ഹൈ റേഞ്ച് പോലുള്ള ഒരു മേഖലയിൽ എക്കണോമിക്കലി വയബിൾ ആകുന്ന രീതിയിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഏറ്റവും അഡാപ്റ്റീവ് ആകുന്ന റേറ്റും അതുപോലെ തന്നെ സർവീസും കിട്ടുന്ന രീതിയിൽ നെറ്റ്ലിങ്ക് പ്രൊഡക്റ്റുകൾ എനിക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട്. നെറ്റ്ലിങ്കിന്റെ കൂടുതലും മൾട്ടി ബ്രാൻഡിനെ കഴിഞ്ഞും നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് തുടക്കം മുതൽ ഇങ്ങോട്ട് അതിന് നിരന്തരമായ ഒരു സർവീസ് കിട്ടും എന്നുള്ള കാരണം കൊണ്ട് തന്നെ നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ എപ്പോഴും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കേരള ബ്രാൻഡ് എന്ന നിലയിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൂടെ കാണുന്നു. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നല്ലൊരു സന്തോഷമുണ്ട് ഇതുവരെയുള്ള സർവീസിന്റെ അകത്ത്. സാർ, ഇപ്പോൾ 5G ഓർ 2.4G മോഡം അഥവാ സിംഗിൾ ബാൻഡ് ഓർ ഡുവൽ ബാൻഡ് മോഡം, ഇതിൽ ഏതായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്? തീർച്ചയായും ഡ്യുവൽ ബാൻഡ് മോഡം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാവരും 5G മോഡത്തിലേക്ക് മാറാൻ കാരണം? എന്റെ അനുഭവത്തിൽ 2.4 ആദ്യമേ തൊട്ടുണ്ടായിരുന്ന ഒരു വൈഫൈ ടെക്നോളജിയാണ്. 2.4 ഫ്രീക്വൻസി റേഞ്ച്, 2.4 GHz ഫ്രീക്വൻസി റേഞ്ചിലാണ് ഒട്ടുമിക്ക അപ്ലയൻസ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന LED ബൾബുകളുടെ SMBs തുടങ്ങി, മൈക്രോ ഓവനുകൾ തുടങ്ങി, അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ, അതുപോലെ തന്നെ വയർലെസ് കീബോർഡ്, മൗസ് തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷൻ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ 2.4ലാണ്. അതിലേക്കാണ് നമ്മൾ വൈഫൈയും കൂടെ കൊടുക്കുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ ഇതിന്റെ ചാനലുകൾ കൊളീഷൻ ആവുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വൈഫൈ ആന്റിനയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈഫൈ സിഗ്നൽ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അതിനിടയിൽ ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ടാകുന്നു. മറ്റു പലരും ആ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ പ്രമേസിൽ തന്നെ മറ്റ് പല ഉപയോഗങ്ങൾക്കുമായിട്ട് ഇതേ ബാൻഡ് വിഡ്ത്തിൽ തന്നെ 2.4 തന്നെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊളീഷൻ, അത് നെറ്റ്വർക്കിന്റെ സ്പീഡിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. അത് ആളുകളുടെ പ്രവർത്തനശേഷിയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ തലവേദനയായിരുന്നു വൈഫൈ ആയിട്ട് ആളുകളെല്ലാം വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ സമയത്ത്, പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ സ്പീഡ് ഇഷ്യൂസ് ഭയങ്കര തലവേദനയായ സമയത്താണ് തീർച്ചയായിട്ടും ഈ 5G അഥവാ ഡ്യുവൽ ബാൻഡ് മോഡങ്ങൾ പോപ്പുലർ ആകുന്നത്. ടെക്നോളജി നേരത്തെ തന്നെ ഉള്ളതാണെങ്കിൽ പോലും ഇതിനൊരു നീഡ് വന്നത്, ആളുകൾ ഈ നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് ഈ കോവിഡ് കാലത്തിനൊക്കെ ശേഷം ധാരാളം വൈഫൈ ഡിവൈസുകൾ വീടുകളിൽ തന്നെ സ്മാർട്ട് ഫോണുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ അപ്ലയൻസിന്റെ എണ്ണം കൂടി വന്നപ്പോഴാണ് ഇത് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ആ സമയത്താണ് ഡ്യുവൽ ബാൻഡ് മോഡങ്ങൾ കാര്യമായിട്ട് പോപ്പുലറായിട്ട് പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ പിന്നീട് 5Gയും വൈഫൈ 6 എന്നും ഒക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും ഈ ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ 5G സെഗ്മെന്റിൽ മറ്റ് ഡിവൈസുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്ത് ഫ്രീ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു റോഡിൽ കൂടെ പോകുമ്പോൾ തിരക്കുള്ള റോഡിൽ കൂടെ പോകുന്നതും ടൗണിൽ കൂടെ കയറി പോകുന്നതും ബൈപ്പാസിൽ കൂടെ പോകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം പോലെ തന്നെ തിരക്ക് കുറഞ്ഞൊരു ബാൻഡ് വിഡ്ത്ത് ആണ് കുറച്ചുകൂടി താരതമ്യേന മറ്റധികം. അതിന് റേഞ്ച് പെനട്രേഷൻ കുറവായതുകൊണ്ട് തന്നെ അധികം ഡിവൈസിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബാൻഡ് വിഡ്ത്തിൽ വരുന്ന 5 GHz ബാൻഡ് വിഡ്ത്തിൽ വരുന്ന വൈഫൈ ട്രാൻസ്മിഷൻ, ഇന്റർനെറ്റ് ട്രാൻസ്മിഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. ഇതാണ് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചുകൂടി നല്ല സർവീസ് കൊടുക്കാൻ, വൈഫൈ ഡിവൈസുകളിൽ കൂടുതൽ സർവീസ് കൊടുക്കാനും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനും, ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റിയും അതിന് കൂടുതലാണല്ലോ, കൂടുതൽ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനും, ലിങ്ക് സ്പീഡൊക്കെ കുറച്ചുകൂടി 100 Mbps മുകളിലേക്കുള്ള ലിങ്ക് സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ 5G മോഡലുകൾ സാധിക്കുന്നുണ്ട്. 2 ഡിവൈസുകളും വീടുകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ തന്നെയും അതിൻ്റെ അകത്ത് ചിലത് 2.4 മാത്രമേ കാണുള്ളൂ, ചിലത് ഡ്യുവൽ ബാൻഡ് ആയിരിക്കും നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഡ്യുവൽ ബാൻഡ് മോഡലുകൾ ഇപ്പോൾ വളരെ പോപ്പുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന പുതിയ ആളുകൾക്ക് തീർച്ചയായിട്ടും ഡ്യുവൽ ബാൻഡ് മോഡലുകൾ മാത്രമാണ് ചെയ്യുന്നത്. 2.4 പയ്യെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നതൊക്കെ സർവീസിനൊക്കെ ആയിട്ടും വരുന്നതൊക്കെ അവരെ അഡ്വൈസ് ചെയ്ത് ഡ്യുവൽ ബാൻഡിലേക്ക് മാറ്റാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ തണ്ടനെറ്റിന്റെ ടെക്നിക്കൽ കൺസൾട്ടന്റ് എന്ന നിലയിലും പുതിയ ടെക്നോളജികളെ സൂക്ഷ്മമായി പഠിക്കുന്ന ആളെന്ന നിലയിലും നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകളും ടെക്നോളജികളും പുതിയ കാര്യങ്ങളെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നത്? മാർക്കറ്റിൽ വരുന്ന ധാരാളം പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കിട്ടുന്നതും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കിട്ടുന്നതും വളരെ വർഷങ്ങളിലേക്ക് സപ്പോർട്ട് കിട്ടുന്നതുമായിട്ടുള്ള
ഒരു കമ്പനിയെ വേണം നമ്മൾ ആശ്രയിക്കാൻ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ ആശ്രയിക്കാൻ എന്ന് എപ്പോഴും ഓപ്പറേറ്റേഴ്സിനെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം ഇത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഓപ്പറേറ്ററുടെ അടുത്ത് നിന്ന് ഒരു കണക്ഷൻ എടുക്കുന്ന ഒരു കസ്റ്റമർ, ഒരു ഉപഭോക്താവ്, അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയല്ല ചെയ്യുക. അയാളുടെ വീട്ടിലേക്ക് അയാളുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു സർവീസിന് വേണ്ടുന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് വാങ്ങുക. സർവീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വേണം വാങ്ങാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ വർഷങ്ങളായിട്ട് ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള നെറ്റ്ലിങ്ക് എല്ലാ പ്രൊഡക്റ്റുകളുടെയും കാര്യത്തിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓപ്പറേറ്റർമാർ, ഞങ്ങളുടെ ഒരുമാതിരിപ്പെട്ട മോസ്റ്റ് ഓഫ് ദ ഓപ്പറേറ്റർമാരും ഈ നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ സാർ. സാർ, ഈ വർഷം ഡൽഹിയിൽ വെച്ച് ചേർന്ന കൺവേർജൻസ് എക്സ്പോയിൽ നെറ്റ്ലിങ്കിന്റെ റിയൽ ടെക് ചിപ്പ് സെറ്റിലുള്ള മെഷ് റൗട്ടറും വൈഫൈ 6-7 റൗട്ടറുകളും ലോഞ്ച് ചെയ്തതിന് സാർ അറിഞ്ഞാണല്ലോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റുകളുടെ വരവുകളെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഡൽഹി എക്സ്പോ മാത്രമല്ല, കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന എക്സ്പോകളിലെല്ലാം, അത് കേരളത്തിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്ന എക്സ്പോകളിലും എല്ലാം നെറ്റ്ലിങ്കിന്റെ സാന്നിധ്യം പലപ്പോഴും എന്നെ അതിശയിപ്പിക്കാറുണ്ട്. കാരണം അവിടെയെല്ലാം മറ്റ് പല സ്റ്റാളുകളും പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ നെറ്റ്ലിങ്ക് അവിടെ അവതരിപ്പിക്കുന്ന ടെക്നോളജികൾ അവതരിപ്പിക്കുന്നത്, അത് ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ ടെക്നോളജികൾ അവതരിപ്പിക്കുകയും അതിന് ഉതകുന്ന പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുകയാണ് നെറ്റ്ലിങ്ക് ചെയ്യുന്നത്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു എക്സ്പോ സന്ദർശിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ്, പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളെക്കാൾ ആ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആളുകളെ ബോധവൽക്കരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിന് നെറ്റ്ലിങ്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഡൽഹിയിൽ വെച്ച് നടന്നതിലും വരാൻ പോകുന്ന ടെക്നോളജി എന്താണെന്നുള്ളത് കാണിച്ചു തരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ റിയൽ ടെക് കമ്പനിയായിട്ട് ചേർന്ന് നെറ്റ്ലിങ്ക് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പല ഇൻവെൻഷൻസും ലോകത്തുണ്ടായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ആറാണ്ടുകളും പരാജയപ്പെടുന്നതിന്റെ കാരണം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരറിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇങ്ങനെയുള്ള എക്സ്പോകളിലൊക്കെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഡൽഹിയിൽ നടന്ന എക്സ്പോയില് റിയൽ ടെക്കിന്റെ പുതിയ റിയൽ ടെക്കുമായിട്ട് ചേർന്ന് നടക്കുന്ന പുതിയ പ്രൊഡക്റ്റുകൾ, അതൊക്കെ അങ്ങനെ ഓരോ വർഷങ്ങളിലും ചെയ്തപ്പോൾ, ഡൽഹി മാത്രമല്ല ഓരോ വർഷങ്ങളിലും ചെയ്തപ്പോൾ ഓരോ ഓപ്പറേറ്ററും അതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകളും അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആവുകയും അവരതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അവരത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വഴിയായിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ലൈൻ ഉണ്ടാകുന്നു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് എല്ലാം മറ്റു ധാരാളം ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാത്തത് പോലെ തന്നെ ഈ ടെക്നോളജികളെ പറ്റിയുള്ള അറിവില്ലായ്മ പുതുതായിട്ട് വരുന്ന പ്രൊഡക്റ്റുകളെയും ഒരുപക്ഷെ പിന്നോക്കം വലിച്ചേക്കാം. അതൊരു പക്ഷേ ഈ പറയുന്ന ചില കോർപ്പറേറ്റുകൾക്ക് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റുകളായിട്ട് മാറിയേക്കാം. സാധാരണക്കാർക്ക് അത് ഒരുപക്ഷെ ഉപകാരപ്രദമല്ലാതെ പോയേക്കാം. അതിനൊക്കെ ഒരു നല്ല പരിഹാരമായിരുന്നു ഡൽഹിയിൽ വെച്ച് നടന്ന കാര്യങ്ങളും മുൻ വർഷങ്ങളിൽ നടന്ന എക്സ്പോകളും ഒക്കെ. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി നെറ്റ്ലിങ്കിന്റെ മാനേജ്മെന്റിനെയും ടീമിനെ അഭിനന്ദിക്കുകയാണ്. സാർ, ഈ LCOകളെ മാറി വരുന്ന ടെക്നോളജികൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കാൻ താങ്കൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? കാലാകാലങ്ങളിൽ മാറി വരുന്ന ടെക്നോളജികൾ ഓരോ ഓപ്പറേറ്റർമാരുടെയും അവർക്ക് കരഗതമാക്കുക എന്നുള്ളത് തന്ത്രത്തിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പുതിയ ടെക്നോളജികളെ പറ്റി പഠിക്കാൻ ഞങ്ങളുടെ ടീം സന്നദ്ധമാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ ടീമും അതുപോലെ തന്നെ ഡയറക്ട് ബോർഡും എല്ലാം ആ ടെക്നോളജികളെ പഠിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സെമിനാറുകളും ടെക്നിക്കൽ സെഷൻസും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിന് അവരോടൊപ്പം നിൽക്കാനായിട്ട് സജ്ജമായിട്ടുള്ള ടെക്നിക്കൽ ടീമും തന്ത്രത്തിനുണ്ട്. അവര് കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിനിടയിൽ കമ്പനികളോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ നൽകുന്ന വെണ്ടർമാരുമായിട്ടോ അവരിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ടെക്നിക്കൽ അഡ്വൈസ് എടുക്കുകയും അത് സാധാരണക്കാർക്ക്, ഒരുപക്ഷെ ഓപ്പറേറ്റർക്കോ അല്ലെങ്കിൽ അവരുടെ ടെക്നീഷ്യന്മാർക്കോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ അവർക്ക് ഉള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും നേരിടത്തക്ക രീതിയിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീമും സജ്ജമാണ്. ഓക്കെ സാർ. അപ്പോൾ അതുപോലെ കട്ടപ്പനയിൽ വെച്ച് തണ്ടർനെറ്റ് മുൻകൈ എടുത്ത് നെറ്റ്ലിങ്കുമായി ചേർന്ന് നടത്തിയ ടെക്നിക്കൽ സെമിനാർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലത്തെ നെറ്റ്ലിങ്കിന്റെ ടെക്നിക്കൽ സെമിനാറുകൾ വിവിധ ഇടങ്ങളിൽ നടത്തണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? തണ്ടർനെറ്റുമായി ചേർന്ന് നെറ്റ്ലിങ്ക് നടത്തുന്ന രണ്ടാമത്തെ സെമിനാറാണ് കഴിഞ്ഞ മാസം കട്ടപ്പനയിൽ വെച്ച് നടന്നത്. വളരെ നല്ലൊരു ഐ ഓപ്പണർ ആയിരുന്നു ഈ ഒരു സെമിനാർ. 6 വർഷങ്ങൾക്ക് മുമ്പാണ് നെറ്റ്ലിങ്ക് ടീം തണ്ടർനെറ്റുമായിട്ടൊരു ടെക്നിക്കൽ സെമിനാർ നടത്തുന്നത്. അതിനുശേഷം നടന്ന ഈ ഒരു കാര്യത്തിൽ വളരെയധികം ടെക്നോളജിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ആ ഒരു മാറ്റങ്ങളിലേക്കെല്ലാം പ്രത്യേകിച്ചും കസ്റ്റമർ ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ മാറുന്ന മാർക്കറ്റ് പ്രവണതകൾക്കനുസരിച്ചും എങ്ങനെ മുമ്പോട്ട് ബിസിനസിനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു ബോധ്യമുണ്ടായി എന്നുള്ളതാണ്.
ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്തെ മാറി വരുന്ന നിയമങ്ങൾക്കും സെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾക്കും ഒക്കെ ഇടയിൽ കേബിൾ ഓപ്പറേറ്റർമാരുടെ ഒരു പങ്ക് എന്താണ്, അവരുടെ ഒരു വാല്യൂ എന്താണ്, ഒരു ലെവൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല ധാരണ കിട്ടാനായിട്ട് ഈ ഒരു സെമിനാർ ഓപ്പറേറ്റർമാർക്ക് സഹായകരമായി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സെമിനാറുകൾ വീണ്ടും വീണ്ടും കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഓരോ ഓപ്പറേറ്റർമാരും തങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകളെയും മത്സരാധിഷ്ഠിത പ്രവണതകളെയും തിരിച്ചറിഞ്ഞ് കൂടുതൽ നല്ല സർവീസ് ആളുകൾക്ക് നൽകാൻ എക്വിപ്ഡ് ആകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ ഒരു നെറ്റ്ലിങ്ക് കമ്പനിയെ കുറിച്ച് ഓപ്പറേറ്റേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ വർഷങ്ങളായി നെറ്റ്ലിങ്ക് കമ്പനി ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് വെച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഓപ്പറേറ്റർമാരുടെ ഞങ്ങൾക്ക് പേഴ്സണലി അഡ്വൈസ് ചെയ്യാനുള്ളത്. പ്രൊഡക്റ്റുകളുടെ കാര്യത്തിൽ ഹൈ എൻഡ് പ്രൊഡക്റ്റുകൾ നൽകുന്നതൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ തീർച്ചയായിട്ടും. പക്ഷേ കമ്പനി ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുകയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധ്യതയുള്ള ഏത് സമയത്താണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ കാര്യത്തിന് ഒരു തീരുമാനത്തിൽ ഒരു പരിഹാരത്തിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു പരിപാടി നെറ്റ്ലിങ്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരേ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെ യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഒരു കമ്പനിയെ സംബന്ധിച്ച് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ നൽകുന്ന ആളുകൾക്ക് നൽകേണ്ട ഒരു ആഫ്റ്റർ സെയിൽ സർവീസിനെ സംബന്ധിച്ച് നെറ്റ്ലിങ്ക് കമ്പനി കമ്മിറ്റ്മെന്റ് നന്നായിട്ട് പുലർത്തുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പല സാഹചര്യങ്ങളും സഹായകരമായിട്ടുണ്ട്. പ്രൊഡക്റ്റുകൾ പലതും ഏതെങ്കിലും സാഹചര്യത്തിലുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ആർമി ടീമിനെ ഒക്കെ സജ്ജമാക്കിക്കൊണ്ട് നമ്മളുടെ കംപ്ലൈന്റ് ഉള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് നൽകുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. വളരെ നല്ലൊരു ടീം അതിന്റെ പിന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി ഈ കമ്പനിയെ ട്രസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നെറ്റ്ലിങ്ക് കമ്പനിയെ കൂടുതലായിട്ട് ബേസ് ചെയ്യുന്നത്. മൾട്ടി ബ്രാൻഡ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഞങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ അവരെക്കാൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് സിംഗിൾ ബ്രാൻഡ് ചെയ്യുന്ന നെറ്റ്ലിങ്ക് അല്ലെങ്കിൽ നെറ്റ്ലിങ്കിന്റെ പ്രൊഡക്റ്റുകൾ ടൈപ്പുള്ള പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ ഓപ്പറേറ്റർമാരുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിക്കാമെന്നുള്ള അഭിപ്രായമാണ് പേഴ്സണലി എനിക്കുള്ളത്. അവസാനമായ ഒരു കാര്യം കൂടി, സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് സാറിന് ഓപ്പറേറ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇൻഫർടൈൻമെന്റ് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ടെക്നോളജികൾ ഓരോ ദിവസവും വരുന്നു. ധാരാളം പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ധാരാളം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ധാരാളം ടെക്നോളജികൾ വരുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ നിയമപരമായിട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്നും ധാരാളം റെസ്ട്രിക്ഷൻസ്, ലൈസൻസിങ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതൊരു കാര്യത്തെയും വരുന്ന മാറ്റങ്ങളെ അവസരങ്ങളായി കണ്ട് അതിനെ മുതലെടുക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് റിസ്ക് ഉള്ളത്. അല്ലാതുള്ളവർക്ക് റിസ്ക് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിലേക്ക് ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു മാറ്റം വരുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നാൽ സാധാരണ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഒന്നെങ്കിൽ അപ്ഡേറ്റഡ് ആവുക അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവുക. ഈ ഒരു കാര്യം വരുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് കേബിൾ ടി വി ഇൻഡസ്ട്രിയും ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്റർനെറ്റ് ലെവൽ ഇൻഫോർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ മാറ്റം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ, പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിൽ നിന്നുള്ള അവസരങ്ങൾ പരമാവധി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ആ അവസരങ്ങൾ മുതലെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയത്തിൽ മുമ്പോട്ട് പോകുക. നമ്മൾ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 10 വർഷത്തിൽ താഴെ ഓപ്പറേറ്റർമാരായിട്ട് വന്നിട്ടുള്ള ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാർ വളരെ ചുരുക്കമാണെന്ന് കാണാം. ഭൂരിഭാഗം പേരും 20 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഈ ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒന്നുകിൽ പുതിയ ടെക്നോളജികൾ അറിയാവുന്ന ആരെയെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവര് ഈ ടെക്നോളജികളെ അത്ര ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നിലവിലുള്ള സർവീസുകൾ മാത്രം, ചെറിയ സർവീസുകൾ മാത്രം കൊടുത്തു പോകുന്നുള്ള കാര്യമാണ്. ഇത് രണ്ടിനും ബദലായിട്ടുള്ള ആളുകളും ഉണ്ട്. പഴയ ആളുകൾ വളരെ നന്നായിട്ട് ടെക്നോളജികൾ ഉൾക്കൊണ്ട് വളരെ നല്ല പുലികളായിട്ടുള്ള ആളുകളും ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യമാണെങ്കിലും നമ്മുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾക്കുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയുക. 2 കാര്യങ്ങൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒന്ന്, കസ്റ്റമറുടെ എൻഡ് വരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓരോ മുക്കിലും മൂലയിലും മിനിമം 1 ജിഗെങ്കിലും കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വീടുകളിലും എൻഡ് കണക്ടിവിറ്റി ഉള്ള ആളുകൾ കേബിൾ ഓപ്പറേറ്റർമാർ മാത്രമാണ്. മറ്റാരും ഇല്ല ഇത്രയും വളരെ വൈഡായിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം, ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ബ്രാൻഡ് ഐക്കണുകൾ, ഇത്രയും പേര് ബ്രാൻഡ് ഐക്കണുകളുള്ള മറ്റൊരു ഇൻഡസ്ട്രി ഇല്ല. കാരണം ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുന്ന ഒരാളുടെ പേര്, ഒരാളുടെ മുഖം ആളുകൾക്ക് അറിയാവുന്ന അവിടുത്തെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററുടെയാണ്. ധാരാളം പേരുടെ അധിനിവേശം, ധാരാളം ആ കുത്തകകളും അങ്ങനെയുള്ളവരും ഒക്കെ ഈ മേഖലയിലേക്ക് കടന്നു കയറാൻ നോക്കുമ്പോഴും
നമുക്കുള്ള ഈ രണ്ട് ബെനിഫിറ്റുകളെ നമ്മൾ മനസ്സിലാക്കണം, ഈ രണ്ട് കപ്പാസിറ്റികളെ നമ്മൾ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ മാറുന്ന കാര്യങ്ങളിലെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്കില്ലപ്പ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം, എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, ഹയർ ചെയ്യാം. ധാരാളം ആളുകൾ ഇതിന് പറ്റുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അവരെ ഹയർ ചെയ്യാം. അവരെ ഹയർ ചെയ്യുകയും ഇപ്പോൾ നമ്മൾക്കുള്ള ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാറ്റങ്ങളെല്ലാം നമ്മുടെ അവസരങ്ങളായിട്ട് മാറും. ഈ അവസരങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുകയും അത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അവർക്ക് സംതൃപ്തമായിട്ടുള്ള സർവീസ് കൊടുക്കുന്നതിലൂടെ വളരെ നല്ലൊരു സംതൃപ്തമായ ലാഭകരമായ ഒരു ബിസിനസ് ആക്കി ഇതിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് എല്ലാവരും പരിശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഓക്കെ, ഇനി നമുക്കൊരു ഫണ്ണി സെഗ്മെന്റ് ആയാലോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കും, സാർ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. കുഴപ്പമാവോ? ഒന്നുമില്ല, നെറ്റ്ലിങ്ങിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് CRA ആപ്പ്? ആപ്പിന്റെ പേര് CRA എന്നാണോന്ന് അറിയില്ല, പക്ഷേ ഈ ONO ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വേണ്ടി പറയാം. കസ്റ്റമർ രജിസ്ട്രേഷൻ ആപ്പ്. നെറ്റ്ലിങ്ങിന്റെ സപ്പോർട്ട് ഈസി ആക്കാൻ വേണ്ടി നെറ്റ്ലിങ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് AMC? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. യെസ്, കറക്റ്റ് ആണ്. അടുത്ത് എന്താണ് RMA? റീജിയണൽ മെയിൻ്റനൻസ് ഏജൻസി ആണോ, മെയിൻ്റെയിനിങ് ഏജൻസി ആണോ? ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞുകൂടാ, ഈ ONT ഒക്കെ നന്നാക്കാൻ വരുന്ന ആളുകളാണെന്നറിയാം. അത് തന്നെയാണ്, പക്ഷെ അതിന്റെ ഫുൾ ഫോം റിട്ടേൺ മർച്ചൻഡൈസ് ഓതറൈസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്ലിങ്ങിന്റെ HG323 DACയും HG323 RGWയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡ്യുവൽ ബാൻഡും സിംഗിൾ ബാൻഡും, അതല്ല വ്യത്യാസം? അതെ. നെറ്റ്ലിങ് പ്രൊഡക്ട്സിന്റെ വാറന്റി എത്ര വർഷമാണ്? 3 വർഷം. ഓക്കെ, കറക്റ്റ്. OLTയുടെയോ? 3 വർഷം. ONT? 3 വർഷം. EDFA? 3 വർഷം. സ്പ്ലൈസിംഗ് മെഷീൻ? അതെല്ലാം 3 വർഷമാണെന്നുള്ള അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നെറ്റ്ലിങ്ങിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും 3 വർഷമാണെന്നുള്ള കാര്യം. ഓക്കെ, നെറ്റ്ലിങ്ങിന്റെ ഹെഡ് ഓഫീസ് എവിടെയാ? ഫണ്ണി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളത്താണ് നെറ്റ്ലിങ്ങിന്റെ ഹെഡ് ഓഫീസ്. തീർച്ചയായിട്ടും അതെ. എന്നാലും പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിരിക്കുമല്ലോ ചോദിക്കണ്ടേ. ഓക്കെ, അടുത്തത് നെറ്റ്ലിങ്ങിന്റെ ഫാക്ടറി എവിടെയാ? എന്റെ അറിവിൽ 2 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്, ഒന്ന് കൂത്താട്ടോളത്തും മറ്റൊന്ന് ഹൈദരാബാദിലും. ശരിയല്ലേ? അതെ, ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. അപ്പോ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു, സാർ എല്ലാം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി ചെലവഴിച്ചതിനും അറിവുകൾ പങ്കുവച്ചതിനും. താങ്കളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഓപ്പറേറ്റേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സാർ. നെറ്റ്ലിങ്ങിന്റെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് കടന്നു വരാൻ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ്, ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് ധാരാളം പേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. ധാരാളം പേര് ഇനി ഇവിടെ വരട്ടെ, അനുഭവസമ്പന്നരായിട്ടുള്ള ധാരാളം ആളുകൾ ഇനിയും വരികയും ഈ ഒരു സീരീസ് നന്നായിട്ട് മുമ്പോട്ട് പോവുകയും അതുവഴിയായിട്ട് ധാരാളം ഓപ്പറേറ്റർമാർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു.